ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്ന സന്തോഷത്തിലാവുമല്ലേ എല്ലാവരും പറയാറുണ്ട് എളുപ്പമുള്ള എക്സാം ആണ്, ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്, അതേപോലെ ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഉണ്ടെന്ന് പല ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എക്സാം എളുപ്പമാണ്, ക്രാക്ക് ചെയ്യാൻ ഈസിയാണെന്ന് പറയാൻ കാരണം? നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഒരു സെഷൻ. നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ എല്ലാ ഷിഫ്റ്റിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം നോക്കുമ്പോൾ ചിലപ്പോൾ 2 ഷിഫ്റ്റിലും കോമൺ അല്ല, പക്ഷെ ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ 2ലും കോമൺ ആയിട്ടുള്ള പോർഷൻ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിമിലാരിറ്റി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇഫ് ദ സോയിൽ ഹാസ് എ വെരി ലോ ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് സ്റ്റിൽ ഇഫ് piles are not feasible option, then the best choice is option A strap foundation, option B individual footing, option C mat or raft foundation, then combined footing. ഏതാണ് നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി ലോ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? പൈലിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ആ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ പടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു സ്ലാബ് ഉണ്ടാവും അല്ലേ, ഒരു സ്ലാബ് ഉണ്ടാവും. ഈ സ്ലാബിലായിരിക്കും എല്ലാ കോളവും വന്ന് നിൽക്കുന്നത്. ഇനി ഇത് എപ്പോഴാണ് കൊടുക്കാന്ന് ചോദിച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് പണിയുന്നു, അവിടെ നമ്മൾ കോളംസ് കൊടുത്തിട്ട് ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് കൊടുക്കുമ്പോൾ അത് കവർ ചെയ്ത് വരുന്ന ഏരിയ ടോട്ടൽ ഏരിയയുടെ 50%-നേക്കാളും മുകളിൽ, കോളം ഫൂട്ടിങ് കവർ ചെയ്യുന്ന ഏരിയ 50%-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് പ്രിഫർ ചെയ്യും? മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യും. പിന്നെ ബിയറിംഗ് കപ്പാസിറ്റി ലോ ആണെങ്കിലും നമ്മൾ മാറ്റ് ഫൗണ്ടേഷൻ ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇത് വേറെ എക്സാമിനൊക്കെ മാറ്റ് ഫൗണ്ടേഷന്റെ വേറൊരു പേരെന്താണെന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബേസ് സ്ലാബിലേക്കാണ് വന്ന് പൈലുകൾ റെസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇഫ് ദ സോയിൽ ഇസ്, ഈ ഒരു സെറ്റ് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഫൗണ്ടേഷനിൽ നിന്ന്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഫൗണ്ടേഷൻ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തോന്നാം ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാം, പക്ഷെ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഫ് ദ സോയിൽ ഈസ് ഓഫ് എക്സ്പാൻസീവ് ടൈപ്പ് ലൈക്ക് ഇൻ ബ്ലാക്ക് കോട്ടൺ സോയിൽ, ദെൻ ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ ടൈപ്പ് ഈസ് അണ്ടർറീംഡ് പൈൽ, ഫ്രിക്ഷൻ പൈൽ, ബാറ്റർ പൈൽ, എൻഡ് ബിയറിംഗ് പൈൽ. എപ്പോഴും പറയുന്ന കാര്യമാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലേ. ബ്ലാക്ക് കോട്ടൺ സോയിലിന്റെ പ്രത്യേകത എന്താ? ഹൈലി എക്സ്പാൻസീവ് അല്ലെങ്കിൽ ഹൈലി കോൺട്രാക്റ്റീവ് നാച്ചർ കാണിക്കുന്ന സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അങ്ങനെ അൺസ്റ്റേബിൾ ആയിരിക്കുന്ന സോയിലിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അണ്ടർറീംഡ് പൈൽസ് ആണ്. ആ ഒരു പൈൽ ഇങ്ങനെ ബൾബ്സ് ഒക്കെയുള്ള ഒരു ടൈപ്പ് പൈലാണ്. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ബൾബൊക്കെയുള്ള ഒരു പൈലിനെയാണ് നമ്മൾ അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുക. അണ്ടർ റീംഡ് പൈല് ബ്ലാക്ക് കോട്ടൺ സോയിലാണ് ഏറ്റവും സ്യൂട്ടബിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഷോർട്ട് ഹൈറ്റ് വാൾ കൺസ്ട്രക്റ്റഡ് എബവ് റൂഫ് സ്ലാബ് ഇൻ ഓപ്പൺ ടെറസ് ഈസ് നോൺ ആസ് പാർട്ടീഷൻ വാൾ, പ്ലിന്ത് വാൾ, പാരപ്പറ്റ് വാൾ, ബൗണ്ടറി വാൾ. ഏതാണ്? നമ്മൾ ടെറസിൽ നിന്നൊക്കെ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ വാളിന്റെ പേരെന്താണ്? പാർട്ടീഷൻ വാൾ ആണോ? പാർട്ടീഷൻ വാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ ലോഡ് ബിയറിംഗ് വാൾസ് കൊടുക്കുമല്ലോ. അതായത് നമുക്കൊരു റൂമിനെ പാർട്ടീഷൻ ചെയ്യണം, അപ്പോൾ നമ്മൾ അവിടെ തിക്നെസ് കുറഞ്ഞ വാൾസ് കൊടുക്കും, അതിനെയാണ് പാർട്ടീഷൻ വാൾ എന്ന് പറയുക. ഇനി പ്ലിന്ത് വാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. പിന്നെ ബൗണ്ടറി വാൾ നമ്മൾ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ നമ്മളെ പ്ലോട്ടിന് ചുറ്റും കൊടുക്കുന്നതാണ് ബൗണ്ടറി വാൾ. പ്ലോട്ടിന് ചുറ്റും അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ബൗണ്ടറി വാൾ. ദെൻ പാരപ്പറ്റ് വാൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയൂല്ലേ പാരപ്പറ്റ്, വീടിന് പാരപ്പറ്റ് അല്ലെങ്കിൽ പാരപ്പറ്റ് കിട്ടുക എന്നൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഷോർട്ട് ഹൈറ്റ് വാള് നമ്മൾ വീഴാതിരിക്കാൻ ടെറസിൽ കൊടുക്കുന്നത് ഏതാണ്? പാരപ്പറ്റ് ആണ്. പാരപ്പറ്റ് വാളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പാരപ്പറ്റ് വാൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം: DPC മീൻസ്, ഇതൊരു ബേസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കണ്ടപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഡാം പ്രിവെൻഷൻ കോഴ്സ്, ഡാം പ്ലെയിൻ കോഴ്സ്, ഡാംനെസ് പെർമിയബിൾ കോൺക്രീറ്റ്, ഡാം പ്രൂഫ് കോഴ്സ്. എന്താണ് DPCയുടെ ഫുൾ ഫോം? ബേസ് ആയിട്ടുള്ള ചോദ്യം, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആക്ച്വലി. എന്താണ്? പക്ഷെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ഉഷാറുണ്ടാവുള്ളൂ. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി ഉഷാറുണ്ടാവും. അതുകൊണ്ടാണ്. എന്താ DPCയുടെ ഫുൾ ഫോം? ഡാം പ്രൂഫ് കോഴ്സ് ആണ്. ഓപ്ഷൻ ഡി വരും. ഡാം പ്രൂഫ് കോഴ്സ് ആണ് DPC. അടുത്ത ചോദ്യം: Which of the following wall is constructed to resist the pressure of an earth filling? Parapet wall, breast wall, buttress, retaining wall. Earth filling inde
എർത്ത് ഫില്ലിങ്ങും കൊണ്ടുണ്ടാവുന്ന ലോഡ് അല്ലെങ്കിൽ എർത്ത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാൾ ഏതാണ് എർത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്കിവിടെ ഒരു എർത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ എർത്തിനെ റീറ്റെയിൻ ചെയ്ത് ഈ ഒരു പ്രഷർ റെഡിയാക്കി നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? വീടിനൊക്കെ നമ്മൾ വീട് കെട്ടുമ്പോൾ ചിലപ്പം ഒരു കുന്നിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് കിട്ടും? റീറ്റെയിനിങ് വാൾ കിട്ടും. അതാണ് ഇതിൻ്റെ ആൻസർ, റീറ്റെയിനിങ് വാൾ. ഓപ്ഷൻ ഡി റീറ്റെയിനിങ് വാൾ ആണ്. ഇനിയും നാച്ചുറൽ ബാങ്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ബ്രസ്റ്റ് വാൾ. അതും ചോദിക്കാറുണ്ട് കേട്ടോ. നാച്ചുറൽ വാൾ ഇപ്പോൾ നമ്മളൊരു ഹിൽ സൈഡൊക്കെ ആണെങ്കിൽ നാച്ചുറലായിട്ട് ഒരു സ്ലോപ്പ് ഉണ്ടാവില്ലേ? അപ്പോൾ ആ നാച്ചുറലായിട്ട് വരുന്ന ബാങ്ക്സിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് ബ്രസ്റ്റ് വാള്. ഇനി വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ബട്രസസ്. അത് സപ്പോർട്ടുകളാണ്, എക്സ്റ്റീരിയർ സപ്പോർട്ടുകളാണ് ബട്രസസ് എന്ന് പറയുന്നത്. അവിടെ എക്സ്റ്റീരിയർ സപ്പോർട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം. ക്യാവിറ്റി വാൾ ഈസ് ജനറലി പ്രൊവൈഡഡ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഡാംനെസ്, all options, then heat insulation, sound insulation. എന്താണ് ക്യാവിറ്റി വാളിന്റെ പ്രത്യേകത? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രണ്ട് വാളിന്റെ ഇടയിൽ ഒരു ഹോളോ സ്പേസ് വന്നു, അങ്ങനെയുള്ള ക്യാവിറ്റി വാൾ, അങ്ങനത്തെ ക്യാവിറ്റീസ് എന്തിനാ കൊടുക്കുന്നത്? ഡാംനെസ് പ്രിവെന്റ് ചെയ്യും, ഹീറ്റ് ഇൻസുലേഷൻ കിട്ടും, സൗണ്ട് ഇൻസുലേഷൻ ഒക്കെ കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ ഏതാണ്? ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി വരും. ഓക്കെ, അടുത്ത ചോദ്യം. എ ലൈൻ ജോയിനിങ് ദ വേർട്ടീസസ് ഓഫ് ദ ട്രസ് ഈസ് കോൾഡ് റിഡ്ജ് ലൈൻ, പീക്ക് ലൈൻ, സ്കൈ ലൈൻ, ടോപ്പ് ലൈൻ. ഇപ്പം നമ്മൾ ഒരു റൂഫ് ട്രസ് എടുത്തു. ഈ റൂഫ് ട്രസ്സിൻ്റെ ടോപ്പ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ലൈൻ, ടോപ്പിൽ വരുന്ന ഏറ്റവും അപ്പെക്സ് പോയിന്റിൽ വരുന്ന ലൈൻ അല്ലെങ്കിൽ അപ്പെക്സ് ലൈൻ ഏതാണ്? റിഡ്ജ് ലൈൻ ആണ്. ഏറ്റവും ടോപ്പിൽ റിഡ്ജ് ലൈനും ഏറ്റവും ബോട്ടത്തിൽ വാലി ലൈനുമാണ് ഉള്ളത്. ഓക്കെ, വാലി അല്ല, ഈവ്സ് ലൈൻ. ഏറ്റവും ബോട്ടത്തിൽ ഈവ് ആണ്, ഏറ്റവും ടോപ്പിൽ റിഡ്ജും. ഏറ്റവും ബോട്ടത്തിൽ ഈവ് ആണ്, വാലി അല്ല, ഈവ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ടോപ്പിൽ റിഡ്ജ് ആൻഡ് ബോട്ടത്തിൽ ഈവ് ലൈൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ടൈപ്പ് ഓഫ് റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ 2 direction വിത്ത് എ ബ്രേക്ക് ഇൻ ദ സ്ലോപ്പ് ഓൺ ഈച്ച് സൈഡ്? ഗേബിൾ റൂഫ്, ഗാംബ്രൽ റൂഫ്, ഹിപ്പ് റൂഫ്, മൻസാർഡ് റൂഫ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു റൂഫ് ഉണ്ട്, അതിന് 2 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ട്. അത് മാത്രമല്ല ഈ സ്ലോപ്പിന് ഒരു ബ്രേക്കും ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഗേംബ്രൽ റൂഫ് എന്നാണ് പറയുക. ഇനി 2 ഡയറക്ഷനിൽ സ്ലോപ്പ് എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ അതിനെ ഗേബിൾ റൂഫ് എന്ന് പറയും. അപ്പോൾ ഗേബിൾ, ഗാംബ്രൽ എന്ന് ഓർത്ത് വെക്കുക. ഒരു ഡയറക്ഷനിലാണ് സ്ലോപ്പ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ പെൻഡ് റൂഫ് അല്ലെങ്കിൽ എയിൽ റൂഫ് എന്ന് പറയും. പെൻഡ് റൂഫ്, എയിൽ റൂഫ്, ലീൻഡ് റൂഫ് എന്നൊക്കെ പറയും. ഇനി 4 ഡയറക്ഷനിൽ സ്ലോപ്പ് വരുന്നു എന്ന് വിചാരിക്കുക. 4 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഹിപ്പ് റൂഫ് എന്ന് പറയും. ഇനി 4 ഡയറക്ഷനിൽ സ്ലോപ്പും ഇടയ്ക്ക് ആ സ്ലോപ്പിന് ഒരു ബ്രേക്കും ഉണ്ടെങ്കിൽ അതിനെ എന്താ പേര് പറയുക? എക്സാമിന് ചോദിക്കാറുണ്ട്, മൻസാർഡ് റൂഫ്. ദെൻ 4 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ട്, അത് മാത്രമല്ല ടോപ്പിലൊരു ഫ്ലാറ്റ് റൂഫ് അല്ലെങ്കിൽ ഡെക്ക് ആണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഡെക്ക് റൂഫ് എന്ന് പറയും. ടോപ്പിലൊരു ഡെക്ക് ആണുള്ളതെങ്കിൽ ഡെക്ക് റൂഫ് എന്ന് പറയും. ഇത് PSCയുടെയും സ്ഥിരം ചോദ്യമാണ്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. The structure which is used to divide the stages in different level is termed as roof, lintel, damp proof course, floor. അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിനെ ഡിഫറെൻറ്റ് ലെവലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബിൽഡിങ്ങിനെ ഡിഫറെൻറ്റ് നിലകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ആരാണ്? ഫ്ലോർ അല്ലേ? ഫ്ലോറാണ് ഡിഫറെൻറ്റ് നിലകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി റൂഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് റൂഫ്. അത് 2 ലൈനുകളെ അല്ലെങ്കിൽ 2 നിലകളെ, ഇതിപ്പോൾ ഫസ്റ്റത്തെ നിലയും സെക്കൻഡത്തെ നിലയും ആണെങ്കിൽ, അല്ലെങ്കിൽ 1, 2, 3 നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ 1, 2, 3 നിലയുണ്ടെങ്കിൽ ഇതൊരു ഫ്ലോർ ആയിരിക്കും, ഇതും ഒരു ഫ്ലോർ ആയിരിക്കും. ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്ന ഫ്ലോറാണ്. ഏറ്റവും ടോപ്പിലുള്ളതാണ് റൂഫ്. അപ്പം റൂഫ് സബ് ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പം ഫ്ലോറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നിങ്ങൾ റെയിൽവേയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ RRBJയുടെ പുതിയ ബാച്ചസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒന്ന് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒന്ന് റീകളക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് റീകളക്ട് ചെയ്താൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ RRBJയുടെ ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സൈലം ടെക്നിക്കലിൽ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. The space between 2 adjacent truss is called span, pitch, bay, panel. 2 ട്രസ്സുകൾ, ഇപ്പം നമ്മൾ റൂഫ് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ട്രസ് ആയിരിക്കും. ഇനി
ഞാൻ ഡ്രസ്സ് വരച്ചത് ശരിയായിട്ടില്ല, ഒന്നുകൂടെ വരയ്ക്കാം. ഇതൊരു ഡ്രസ്സാണ്. ദെൻ അടുത്ത ഡ്രസ്സ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഈ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, ഈ ഡ്രസ്സുകൾ തമ്മിലുള്ള സ്പേസ്, ഈ ഒരു സ്പേസിനെ നമ്മൾ ബേ എന്നാണ് പറയുക. കുറേ ഡ്രസ്സസ് ഉണ്ടാവും, ഡ്രസ്സസ് നമ്മൾ പാരലായിട്ട് കൊടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ബേ എന്ന് പറയും. ഞാൻ ഈ ഡ്രസ്സ് വരച്ച് ശരിയായിട്ടില്ല, ഒന്നുകൂടെ വരയ്ക്കാൻ ശ്രമിക്കാം. ഇവിടെ ഒരു ഡ്രസ്സ് ഉണ്ട്. ദെൻ അടുത്തത് ഇവിടത്തേക്ക് ഒരു ഡ്രസ്സ് ഉണ്ട്, പാരലായിട്ടായിരിക്കണേന്ന് ആലോചിക്കുക. ഇത് തമ്മിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ബേ എന്ന് പറയുക. രണ്ട് ഡ്രസ്സസ് തമ്മിലുള്ള സ്പേസിനെ ബേ എന്ന് പറയും. നിങ്ങളിപ്പോൾ വീട്ടിലല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രസ്സ് കൊടുത്തിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സ് ഉണ്ടാവും, അടുത്ത ഡ്രസ്സ്, അങ്ങനെ പാരലായിട്ട് ഒരുപാട് ഡ്രസ്സസ് ഉണ്ടാവും. ഈ രണ്ട് ഡ്രസ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഒരു ബേ എന്ന് പറയാം. ബേ, ഓക്കെ, ബേ എന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, RE മീൻസ് റെസിസ്റ്റന്റ് എർത്ത് വാൾ, റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ, റീറ്റെയിനിങ് എർത്ത് വാൾ, റിവേർട്ട്മെന്റ് എർത്ത് വാൾ. എന്താണ് RE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? RE വാൾ എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് സോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ, RE വാൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്ത ചോദ്യം, ദ റെയിൻ വാട്ടർ ഹോൾസ് ഇൻ ദ പാരപ്പറ്റ് ഓർ എഡ്ജിങ് ഈസ് കോൾഡ് വീപ്പ് ഹോൾ, ഹോൾ, വാട്ടർ പ്രൂഫിംഗ്, എഡ്ജ് ഹോൾ. അതായത് നമ്മളൊരു സ്ട്രക്ചർ ഉള്ളപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവണ്ടേ? മഴ എന്തായാലും പെയ്യും. ഈ പെയ്യുന്ന വെള്ളം സ്ട്രക്ചറിലേക്ക് ഇറങ്ങാതെ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തേക്ക് കളയണം. അതിന് ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് ആണ് വീപ്പ് ഹോൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ മാത്രമല്ല, റീറ്റെയിനിങ് വാളിലൊക്കെ വീപ്പ് ഹോൾ കൊടുക്കാറുണ്ട്. വീപ്പ് ഹോളിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിലേക്ക് വരുന്ന വെള്ളം എഫക്റ്റീവായിട്ട് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വീപ്പ് ഹോളിന്റെ ധർമ്മം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, a method in which mortar conveyed through a hose and pneumatically projected at a high velocity onto a surface is called varnishing, concreting, ferrocement, gunite. ഏതാണ് ആ മെത്തേഡ്? കോൺക്രീറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പൈപ്പിൽ കൂടെ ഹൈ പ്രഷറിൽ, പൈപ്പിൻ്റെ നോസിലിൽ കൂടെ ഹൈ പ്രഷറിൽ നമ്മൾ വാളിലേക്ക് മോർട്ടാർ ഇഞ്ചെക്ട് ചെയ്യല മോർട്ടാർ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് എന്താ പേര് പറയുക? ഗുണൈറ്റിംഗ് എന്നാണ് പറയുക. ഹൈ പ്രഷറിൽ നമ്മൾ വാളിലേക്ക് മോർട്ടാർ എത്തിക്കുന്നതിനെ നമ്മൾ ഗുണൈറ്റിംഗ് എന്നാണ് പറയുക. സർഫസിലേക്ക് അപ്പം അങ്ങനെ പറ്റി പിടിച്ചോളും. ഹൈ പ്രഷറിൽ പോകുമ്പോൾ സർഫസിൽ പറ്റി പിടിച്ചിരുന്നോളും. ഇപ്പം നമ്മൾ ഇതാണ് എൻ്റെ സർഫസ് എങ്കിൽ ഹൈ പ്രഷറിൽ വന്നടിക്കുന്ന സമയത്ത് ഇവിടെ പറ്റിയിരുന്നോളും നമ്മുടെ പ്ലാസ്റ്റർ. അതിനെയാണ് നമ്മൾ ഗുണൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്ക് ഈസ് സ്റ്റീൽ സ്കഫോൾഡിംഗ്, ട്രെസിൽ സ്കഫോൾഡിംഗ്, സിംഗിൾ സ്കഫോൾഡിംഗ്, സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. അപ്പോൾ ബ്രിക്ക് വാളുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രിക്ക് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്കഫോൾഡിംഗ് ഏതാണെന്നാണ് ചോദ്യം. ആ ഒരു സ്കഫോൾഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിന് ഒരു എൻഡ് നമ്മുടെ വാളിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതായത് അതിന്റെ മെമ്പേഴ്സ്, ആ സ്കഫോൾഡിന്റെ ഒരു മെമ്പേഴ്സ് വാളിലേക്ക് കയറി നിൽക്കും. ഒരു മെമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇത് എക്സ്റ്റേണൽ സപ്പോർട്ടാണ്, ഇത് വാളാണെന്ന് കരുതുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം എന്ത് ചെയ്യുന്നു? നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു എൻഡ് വാളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് മെമ്പേഴ്സ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറയും. സിംഗിൾ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുക്കണതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു സ്റ്റോൺ വാൾ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മെമ്പേഴ്സിന് കയറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പാരലായിട്ട് വരുന്ന രണ്ട് സപ്പോർട്ടിൻ്റെ ഇടയിലാണ് ആരെ ഫിക്സ് ചെയ്യുക? ഇപ്പം ഇത് വാളാണെങ്കിൽ ഈ വാളിൻ്റെ ഉള്ളിലേക്ക് മെമ്പേഴ്സിനെ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ, ഈ ഒരു ലൈനിൽ മാത്രം വെർട്ടിക്കൽ സപ്പോർട്ട്സ് കൊടുത്താൽ മതിയാവും, ഇങ്ങനെ ഒരു ലൈനിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയുക. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റോൺ മാസൻട്രി വർക്ക് ആണെങ്കിൽ ഈ സ്റ്റോൺ വർക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മെമ്പേഴ്സിനെ ഒന്നും കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് പാരലായിട്ടുള്ള സെറ്റ് ഓഫ് സപ്പോർട്ടുകൾ എടുക്കും. ഇതിനിടയിലാണ് നമ്മൾ നിന്ന് വർക്ക് ചെയ്യുക. അല്ലാതെ ഈ മെമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കയറി നിൽക്കൊന്നുമില്ല. ഇതിനെയാണ് നമ്മൾ ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറയുക. ഇനി നമ്മൾ പെയിൻറ്റിങ് വർക്കുകൾക്കൊക്കെ ഏതാണ് ഉപയോഗിക്കുക? പെയിൻറ്റിങ് വർക്കുകൾക്ക് നമ്മൾ ഇൻസൈഡ് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആണെങ്കിൽ
ട്രെസിൽ സ്കഫോൾഡിംഗ് ആണ് ഉപയോഗിക്കുക. ഹൈറ്റ് കുറവുള്ള സ്കഫോൾഡ് ആണ്, ഇൻസൈഡ് റൂമിൽ ഉപയോഗിക്കുന്നതാണ് ട്രെസിൽ സ്കഫോൾഡിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ടൈപ്പുകളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടുന്ന് വേറൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ബ്രിക്ക് ലെയർ സ്കഫോൾഡിങ്ങിന് വേറെ പേരെന്താണെന്ന് ചോദിച്ചാൽ സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഐഡന്റിഫൈ ദ റിപ്പയർ ടൈപ്പ് റിലേറ്റഡ് ടു പ്രിവെന്റീവ് മെയിൻ്റനൻസ്. പ്രിവെന്റീവ് മെയിൻ്റനൻസിന്റെ ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഫില്ലിംഗ് അപ്പ് ക്രാക്സ് ഇൻ മേസൺറി, പെയിന്റിംഗ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ്, റിന്യൂവൽ ഓഫ് ഫ്ലോറിംഗ്, റിപ്പയറിംഗ് ഓഫ് പോട്ട് ഹോൾസ് ഇൻ റോഡ്. ഏതാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസിൽ പെടുന്നത് എന്നാണ് ചോദ്യം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ നമ്മൾ തടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുൻപേ ആയിട്ട് പ്രിവെൻഷൻ എടുത്തിരിക്കുന്നു. ഇതിലെങ്ങനെയാണ്? ഫില്ലിംഗ് അപ്പ് ഓഫ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാക്ക് വന്നതിന് ശേഷം അത് ഫില്ല് ചെയ്യുന്നു. ദെൻ റിന്യൂവൽ ഓഫ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്ലോറിംഗ് റിന്യൂ ചെയ്യുന്നു. റിപ്പയറിംഗ് ഓഫ് പോട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ റോഡിലെ പോട്ട് ഹോൾസ് വന്നു, അത് റിപ്പയർ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് ആണോ? അല്ല. ഇവിടെ നോക്കിയേ, പെയിന്റിംഗ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതായത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു, ഒരു ഡിഫക്റ്റ് വരുന്നതിന് മുന്നേ പ്രിവെന്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ പെയിന്റിംഗ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം. The old type of wall foundation consisting of multiple steps of brick or stone layers of gradually increasing width is known as linear footing, running footing, stepped footing, line footing or wall footing. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഓൾഡ് മെത്തേഡിൽ ഇങ്ങനെ വീതി കൂടുന്ന രീതിയിൽ, അതായത് വിഡ്ത്ത് കൂടി വരുന്ന, ഓരോ ലെയർ എടുക്കുമ്പോഴും വിഡ്ത്ത് കൂടി വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. ഈ ഒരു ഫൗണ്ടേഷന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഈ ഒരു ഫൗണ്ടേഷനെ നമ്മൾ എന്താ പറയുക? ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടല്ലേ വരുന്നത്. ഇതൊരു സ്റ്റെപ്പ് രീതിയിലാണ് വരുന്നത്. ഇതിന് നമ്മൾ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ഇൻ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ, ഇഫ് എ വാൾ ഈസ് നോട്ട് ബിയറിംഗ് ദ ലോഡ് ഫ്രം സ്ലാബ്, ദാറ്റ് വാൾ ഈസ് ഓൾസോ കോൾഡ് ആസ് റിറ്റൈനിങ് വാൾ, ഇന്റർമീഡിയറ്റ് വാൾ, ടെൻഷൻ വാൾ, പാർട്ടീഷൻ വാൾ. അതായത് നോൺ ലോഡ് ബിയറിംഗ്, ഇഫ് എ വാൾ ഈസ് നോട്ട് ബിയറിംഗ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ നോൺ ലോഡ് ബിയറിംഗ് വാൾസ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ അല്ലേ കൊടുക്കുന്നത്. ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ കൊടുക്കുമ്പം ലോഡ് എടുക്കുക ആരാണ്? കോളവും ബീമും തന്നെയാണ് ഫുള്ളും ലോഡും എടുക്കുക. നമ്മുടെ വാൾ ലോഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നോൺ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വാളുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ വാളിന് നമ്മൾ പറയുന്ന പേര് പാർട്ടീഷൻ വാൾ എന്നാണ്. ഓപ്ഷൻ ഡി, പാർട്ടീഷൻ വാൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് എ ഹാർഡ് റോക്ക് സ്ട്രാറ്റ ഈസ് വെരി ഗ്രേറ്റ് ഡെപ്ത്, then the feasible economical pile type is under-reamed pile, batter pile, friction pile, end bearing pile. അതായത് നമുക്ക് ഇപ്പോൾ പൈൽ അടിക്കുന്ന സമയത്ത് ഇത് പൈലാണ്, ഇതിനൊരു ഹാർഡ് സ്ട്രാറ്റ അവൈലബിൾ ആണ്. ഹാർഡ് സ്ട്രാറ്റയിൽ വന്നിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ എൻഡ് ബിയറിംഗ് പൈൽ എന്ന് പറയും. എന്താണ് പറയുക? എൻഡ് ബിയറിംഗ് പൈൽ എന്ന് പറയും. എൻഡ് ബിയറിംഗ് പൈലാണ്. ഇനി ഹാർഡ് സ്ട്രാറ്റയിലല്ല റെസ്റ്റ് ചെയ്യുന്നത്. ഹാർഡ് സ്ട്രാറ്റ വളരെ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ പൈലാണ് ഉപയോഗിക്കുക. ഫ്രിക്ഷൻ പൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈലിന്റെ മെറ്റീരിയലും ഇതിന്റെ അണ്ടർലൈൻ സോയിലും ഉണ്ടാവില്ലേ, സോയിലിനും ഈ ഒരു പൈലിന് ഇടയിലും വരുന്ന ഫ്രിക്ഷൻ വഴിയാണ് ലോഡ് എടുക്കുന്നത്. അതിനെയാണ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുക. ഇനി ഇതിന്റെ കോമ്പിനേഷന് നമ്മൾ എന്ത് പേര് പറയും? കമ്പൈൻഡ് എൻഡ് ബിയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയും. ഇനി ഇതിൽ അണ്ടർറീംഡ് പൈൽ പറഞ്ഞിട്ടുണ്ട്. അണ്ടർറീംഡ് പൈൽ എവിടെയാണ് ഉപയോഗിക്കുക? ബ്ലാക്ക് കോട്ടൺ സോയിലാണ് ഉപയോഗിക്കുക, അതായത് ഹൈലി എക്സ്പാൻസീവ് സോയില്. ബാറ്റോ പൈൽ എന്ന് വെച്ചാൽ ഇൻക്ലൈൻ ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള പൈലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഹാർഡ് റോക്ക് സ്ട്രാറ്റ വെരി ഗ്രേറ്റ് ഡെപ്ത് എന്നാണ് പറഞ്ഞത് അല്ലേ? സോറി, വെരി ഗ്രേറ്റ് ഡെപ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാർഡ് സ്ട്രാറ്റ വെരി ഗ്രേറ്റ് ഡെപ്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ പൈലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഹാർഡ് സ്ട്രാറ്റയിൽ വന്നിട്ടാണ് പൈൽ റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എൻഡ് ബിയറിംഗ് എന്ന് പറയും. ഹാർഡ് സ്ട്രാറ്റ വളരെ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന പൈലും അതേപോലെ ഇവിടെ ഉണ്ടാവുന്ന സോയിലും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ വഴിയാണ് ലോഡ് എടുക്കുക. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുക. അടുത്ത ചോദ്യം. A layer provided to prevent entry of unwanted moisture inside the building either by seepage or by leakage is known as damp proof course, sunshade, lintel roof. ഏത് മെമ്പറാണ് നമ്മൾ വെള്ളത്തിന്റെ എൻട്രി അല്ലെങ്കിൽ ഡാംനെസ് ഒരു ബിൽഡിംഗിലേക്ക് വരുന്നത് തടുക്കാൻ ഉപയോഗിക്കുന്നത്? ഡാംനെസ് ഒരു ബിൽഡിംഗിലേക്ക് വരുന്നത് തടുക്കാൻ നമ്മൾ കൊടുക്കുന്ന മെമ്പേഴ്സിനെയാണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം.
When two roofing sheets meet at a lower level from the opposite direction forming an acute angled junction, it is called as valley, gutter, ridge, summit. എന്താണ്, രണ്ട് റൂഫ് സ്ലോപ്പ് മീറ്റ് ചെയ്യുന്നു, അവിടെ ഒരു അക്യൂട്ട് ആംഗിൾ ആണ് ഉണ്ടാകുന്നത്. ഇതാണല്ലോ അക്യൂട്ട് ആംഗിൾ, ഇത് ഒബ്റ്റ്യൂസ് ആംഗിളും. അക്യൂട്ട് ആംഗിൾ ആണ് ഉണ്ടാകുന്നത്, 90 ഡിഗ്രിനേക്കാളും താഴെയുള്ള ആംഗിൾ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരാണ് പറയുക? വാലി എന്നാണ് പറയുക. വാലി എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതാണ്, ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് 2019 ചോദിച്ചിട്ടുള്ള RRBയിൽ BC എന്ന് പറയുന്ന ടോപ്പിക്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫൗണ്ടേഷനിൽ നിന്ന് ഒരുപാട് ചോദ്യമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡാം പ്രൂഫ് കോഴ്സിൽ നിന്ന് ചോദ്യമുണ്ട്, പാരപ്പറ്റ് വാൾ, റീറ്റെയിനിങ് വാൾ എന്നൊക്കെ ചോദ്യമുണ്ട് പല പല ഷിഫ്റ്റിലായിട്ടും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്, ഒരേ മോഡൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഓവർ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് RRB JEE ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.